പറയും കൂടി ഒരു സ്ഥലത്ത് ഫ്രിഡ്ജിൽ വെച്ചോണിക്ക് വെളിച്ചെണ്ണാക്കി കൊണ്ടുവരാന്നുള്ളതാണ് ഇന്ന് നമ്മളെ പണി. പക്ഷെ ആടത്തി പിടിച്ചാലും വലുതാ മാളത്തിൽ പറഞ്ഞ അവസ്ഥ. ഇങ്ങനെ ഞാൻ 2 ചങ്ങായിമാർ കണ്ടു. 500 ഗ്രാം വെക്കാണ്ട അതിനെ സൈക്ക് എടുക്കുകയാണ് ആദ്യം. ഞാൻ ശരിയാക്കത്താത്ത നമ്മൾ അത് വിചാരണക്ക് വന്നില്ല, മത്സരത്തിൽ എത്തുന്നേ ഉള്ളൂ. മനുഷ്യരെ കാണാത്ത ഒരു മനുഷ്യൻ ദുനിയാവിൽ ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുന്ന അറിയാം. എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര വെളിച്ചെണ്ണ ഉണ്ടാവുക? 1950 ഉണ്ടോ? രണ്ടങ്ങ് തേച്ചാളി പോയി പിന്നെ എടുത്തുണ്ടോ തൂക്കുന്നു. തെറ്റണല്ലോ. 2.25 കിലോ കേട്ടോ. 2.25. ഇതോട് കൂടി ഇത് 5ാമത്തെ തൂക്കം. വൈകുന്നേരം നമ്മൾക്കെങ്കിലും കഴിച്ചില്ലായതിനും പിന്നെ ഇതിനൊക്കെ പുറമെ 6 പാക്ക് കാണിച്ച് വേറെ ചുള്ള വന്നു. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ എന്റെ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്. 500 കേട്ടോ. അയാളെ പറഞ്ഞു നോക്കണ്ട. അയാൾക്ക് എന്തോ ഏതൊരു 50 കുറവുണ്ടോന്നു. അല്ല ഇങ്ങനത്തെയാണ് കൂട്ടുന്നത്. നിങ്ങൾ പറയും ഇറ്റളൊന്നും സ്കൂൾ പോയില്ല, ഇവനെന്താ ചെയ്യാ? സർക്കാരോട്ട് കളിച്ചാലും ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അങ്ങനെ പെട്രോൾ പമ്പിലെ ചേച്ചി എന്ന നാടകത്തിന് ശേഷം നമ്മൾ ഇറങ്ങിയിരുന്നു നമ്മുടെ അടുത്ത നാടകം കൊപ്രപീടിയയിലെ ഇക്കായ്മാര്. ഇവലൊക്കെ ഇപ്പൊ ഇജാതി തക്കാണെങ്കിൽ ഇവല ആയ കാലത്ത് എങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് സ്പേസ് തരുന്നില്ല. അതന്നെ ഇന്ന് 700 അങ്ങ് റൗണ്ട് ആക്കിക്കാളി. ഒറ്റക്കണക്കിന് കോരിക്കൊണ്ടുവരുന്ന സാധനം എത്താത്തേ. ഇതൊരു കിണ്ടൽ കൊപ്പര മിഷനെ കിട്ടാല് 60 രൂപ വെളിച്ചെണ്ണ കിട്ടും. 40 രൂപ പിണ്ണാക്ക് അതിന് പിണ്ണാക്ക് വിറ്റൂടെ? ഇയാൾ ഈ പയ്യും പറ്റി ചാണം വെക്കും പോലെ വെളിച്ചെണ്ണ വെക്കാൻ കഴിയാതെ. നിങ്ങളെ ഞാൻ വീഡിയോ ഇടുന്നതിന് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, പക്ഷെ ജയിലിലാക്കരുത്. നിങ്ങൾ ദോസ്തുകളാ? ഞങ്ങൾ ദോസ്തുകളായി. ഇപ്പൊ ആയതാ? അങ്ങനെ തന്നെ മനുഷ്യനെ. അങ്ങനെ മണിക്കൂറുകളോളം നീണ്ട കൂട്ടലും കുറയ്ക്കലും അരിക്കലും കുടിക്കലും ശേഷം എനിക്ക് വെളിച്ചെണ്ണ കിട്ടി. സമാധാനം. ഇനി പൊരേ പോകാം. നമ്മുടെ ടീമിനോട് ബൈ പറഞ്ഞ് ഞാൻ പോന്നു. അപ്പൊക്കെ ബൈ.